ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസ്സുകളായി നോക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ 7ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിലെ ചാപ്റ്റേഴ്സാണ്. പക്ഷേ നമ്മുടെ ഡിസംബർ 28-ന് 10th ലെവൽ പ്രിലിംസിൻ്റെ ആദ്യഘട്ട പരീക്ഷ നടക്കുന്നതിനാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എടുക്കാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോഗ്രഫി പാർട്ടിലെ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ പുതിയ SCERTയിലെ ജോഗ്രഫിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ ജോഗ്രഫിയും കൂടെ നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ജോഗ്രഫി പോർഷനും കൂടെ കവറായി പോകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ലോകത്തിൻ്റെ നെറുകയിൽ. അത്യാവശ്യം കണ്ടൻറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ പാർട്ട് കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് കേട്ടോ. നോക്കാം നമുക്ക്. ചാപ്റ്ററിൻ്റെ പേര് ലോകത്തിൻ്റെ നെറുകയിൽ. ചാപ്റ്ററിൻ്റെ പേര് അതാണ്, ലോകത്തിൻ്റെ നെറുകയിൽ. ആദ്യം കുറച്ച് കഥയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം എന്താണെന്ന്. ഇന്ത്യ എന്നത് ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിൻ്റെ നാടാണ്. ആദിമകാലം മുതൽക്കേ പല വിദൂര ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൽക്കാലത്ത് പല ഘട്ടങ്ങളിലായി പല വഴികളിലൂടെ ഇന്നാട്ടിൽ വന്നെത്തുകയും സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധിയായ മനുഷ്യ സമൂഹങ്ങൾ വഴിയുമാണ് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയാത്ത ഈ സാംസ്കാരിക വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത്. ഭാഷ, വേഷഭൂഷാദികൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, കൃഷി എന്നിങ്ങനെ നിരവധി രംഗങ്ങളിൽ ഈ വൈവിധ്യം പ്രകടമാണ്. ഇന്ത്യയിലെ ഈ സാംസ്കാരിക വൈവിധ്യത്തിനു പിന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യത്തിന് ഗണ്യമായ പങ്കുണ്ട്. അല്ലെ, ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിന് കാരണം ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ് എന്നാണ് പറയുന്നത്. വടക്കുഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിൻ്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖല, അതിന് തൊട്ടു തെക്കായി ഫലഭൂയിഷ്ടവും വിശാലവുമായ സമതല പ്രദേശം, പടിഞ്ഞാറ് മരുപ്രദേശം, മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമി, കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരദേശങ്ങൾ, ദ്വീപസമൂഹങ്ങൾ, ഇവയൊക്കെ ചേർന്നതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി. ഭൂപ്രകൃതിയിലെ ഈ വൈവിധ്യവും രാജ്യത്തിൻ്റെ സവിശേഷമായ സ്ഥാനവും ഇവിടെ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഇതൊക്കെ ചേർന്ന് നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ കൃഷി, ജനജീവിതം എന്നിവ ക്രമപ്പെടുത്തിയിരിക്കുന്നു. വൈവിധ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും അതിനിടയിലും ഏകത്വത്തിൻ്റെ ഒരു നേർത്ത നൂലുകൊണ്ട് ഈ നാടിനെയും ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളുമുണ്ട്. അല്ലെ, നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മുടെ കണ്ടന്റിലോട്ട് കിടക്കാം. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ നമുക്ക് താഴെ പറയുന്ന വിധം ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ തരംതിരിക്കുകയാണ്. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, അതുപോലെ തീരസമതലങ്ങളും ദ്വീപുകളും. എത്രയായിട്ടാണ് തിരിക്കുന്നത്? 5ആയിട്ടാണ്. ഏതൊക്കെയാണവ? ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം അല്ലെങ്കിൽ നമ്മുടെ ഉത്തര മഹാസമതലമാണ് ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത്, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, അതുപോലെ തീരസമതലങ്ങളും ദ്വീപുകളും. കണ്ടോ, ഇന്ത്യയുടെ ഭൗതിക ഭൂപടം ഇവിടെ തന്നിട്ടുണ്ട്, നോക്കുക. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക്, അതുപോലെ വടക്ക് കിഴക്കനെതിരായ ഉത്തരപർവ്വത മേഖല. അപ്പോൾ അവിടുത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി അല്ലെങ്കിൽ പർവ്വതക്കെട്ട് ഏതാണ്? പാമീർ ആണ്. പാമീർ. ഓക്കെ, ഇനി എന്താണ് മടക്കുപർവ്വതങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഫോൾഡ് മൗണ്ടൈൻസ്. കണ്ടോ, മടക്കുപർവ്വതങ്ങളുടെ ചിത്രം തന്നിട്ടുണ്ട്. മടങ്ങിയിരിക്കുന്നത് കണ്ടോ. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്ന പ്രക്രിയ ഏത് എന്ന് ചോദിച്ചാൽ അത് വലനം അല്ലെങ്കിൽ ഫോൾഡിംഗ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മടക്കുപർവ്വതങ്ങളുടെ ഉദാഹരണങ്ങൾ നോക്കി വെക്കുക. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയവയൊക്കെ മടക്കുപർവ്വതങ്ങളാണ്. ഹിമാലയ പർവ്വതനിരകൾ, അതുപോലെ ആൽപ്സ് തുടങ്ങിയവയൊക്കെ എന്താണ്? മടക്കുപർവ്വതത്തിന് ഉദാഹരണമാണ്. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ എന്ന് പറയുന്നത്. ഏതോ മടക്കുപർവ്വതങ്ങളെ പറ്റിയാണ് പറയുന്നത്. അവർക്ക് പ്രായം കുറവാണ്, എന്നാൽ ഉയരം കൂടുതലാണ്. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കുപർവ്വതങ്ങളാണിവ. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്.
അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ കാര്യമാണ് പറയുന്നത്. ഏത് മുതൽ ഏതുവരെയാണ്? പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നത്. എത്ര കിലോമീറ്റർ ആണ്? 2400 കിലോമീറ്റർ ആണ്. ഉത്തരപർവ്വത മേഖലയുടെ വീതി എത്രയാണെന്ന് ചോദിച്ചാൽ 150 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയാണ് ഉത്തരപർവ്വത മേഖലയുടെ വീതി എന്ന് പറയുന്നത്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത്. ഇനി ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ 3ആയി തിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ 5ആയി തിരിച്ചു. അതിൽ ആദ്യത്തേതാണ് ഉത്തരപർവ്വത മേഖല. ഇനി ഉത്തരപർവ്വത മേഖലയെ നമ്മൾ 3ആയിട്ട് തിരിക്കുകയാണ്. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഇനി അടുത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ടത്, പർവ്വതങ്ങൾ എന്നറിയപ്പെടണമെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരം ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ പർവ്വതങ്ങൾ എന്ന പേര് ലഭിക്കണമെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി എത്ര മീറ്റർ ഉയരം വേണം? 900 മീറ്റർ ഉയരം വേണം. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ട്രാൻസ് ഹിമാലയം തന്നിട്ടുണ്ട്. അതുകൊണ്ടോ ട്രാൻസ് ഹിമാലയം റെഡ് കളറിലാണ്, അതുപോലെ വയലറ്റ് കളറിലാണ് ഹിമാലയത്തിലെ പർവ്വതനിരകൾ. കിഴക്കൻ കുന്നുകൾ നമ്മുടെ പച്ച നിറത്തിലും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൽ ആരൊക്കെയാണ് വരുന്നത്? റെഡ് കളർ ആരൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ആരൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇനി ഹിമാലയത്തിൽ ആരൊക്കെയാണ് വരുന്നത്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ആരൊക്കെയാണ് ഹിമാലയത്തിൽ വരുന്നത്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇനി കിഴക്കൻ കുന്നുകളിൽ ആരൊക്കെയാണ് വരുന്നത്? ഖാസി, ഗാരോ, ജയന്തിയ, മീസോ കുന്നുകൾ, നാഗ കുന്നുകൾ, പട്കായിബും. ഇതൊക്കെ കിഴക്കൻ കുന്നുകൾ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകളിലാണ് ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഖാസി, ഗാരോ, ജയന്തിയ, അതുപോലെ നമ്മുടെ മീസോ കുന്നുകൾ, നാഗ കുന്നുകൾ, പട്കായിബും. ഇതൊക്കെ കിഴക്കൻ കുന്നുകളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ട്രാൻസ് ഹിമാലയം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ടിബറ്റൻ ഹിമാലയം അല്ലെങ്കിൽ ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത് ആരാണ്? ട്രാൻസ് ഹിമാലയമാണ്. ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 3000 മീറ്റർ ആണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 3000 മീറ്റർ ആണ്. യൂണിറ്റ് നോക്കുക, കിലോമീറ്റർ അല്ല, 3000 മീറ്റർ ആണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 40 കിലോമീറ്റർ വീതിയും അതുപോലെ 965 കിലോമീറ്റർ നീളവുമുണ്ട്. നമ്മുടെ ഒരു ശരാശരിയാണ് പറയുന്നത്, ഏകദേശ കണക്കാണ്. നമ്മുടെ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് ശരാശരി 3000 മീറ്റർ ഉയരമുണ്ട്. അതുപോലെ വീതി 40 കിലോമീറ്ററും നീളം 965 കിലോമീറ്ററുമാണ്. അതുപോലെ ഈ ട്രാൻസ് ഹിമാലയം ആരെയൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? നമ്മുടെ കാരക്കോറം നിര, ഈ ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ്? കാരക്കോറം നിരകളാണ്. കാരക്കോറം നിരകളാണ് ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത്. ഇത് മറക്കാതെ ഓർത്ത് തന്നെ വെക്കുക കേട്ടോ. നമ്മുടെ ജോഗ്രഫിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോർഷൻസും ഈ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. ഇനി ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകളാണ് നമ്മുടെ ഹിമാലയത്തിൽ കാണപ്പെടുന്ന ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് തുടങ്ങിയവ. കണ്ടോ, ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് കാണപ്പെടുന്നതാണ്. ഹിമാദ്രിയുണ്ട്, ഹിമാചലുണ്ട്, സിവാലിക് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇത് 3ഉം കൂടെ ചേർന്നതാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാസമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പോൾ ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായി കാണപ്പെടുന്നത് ആരാണ്? സിവാലിക് ആണ്. സിവാലിക് 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ നമ്മൾ സിവാലിക് നിരയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഔട്ടർ ഹിമാലയം. നമ്മൾ ഹിമാലയം എടുത്താൽ അതിൻ്റെ ഏറ്റവും പുറമേ ആയിട്ട് കാണപ്പെടുന്നതാണ് സിവാലിക് നിരകൾ. അതുകൊണ്ട് ഇത് ഔട്ടർ ഹിമാലയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ എന്ന് പറയുന്നത്. അപ്പോൾ സിവാലിക്കിന് തൊട്ട് വടക്കായിട്ട് കാണപ്പെടുന്നത് ആരാണ്? ഹിമാചലാണ്. 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുണ്ട്. ഇത് ലെസ്സർ ഹിമാലയ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഹിമാചൽ അറിയപ്പെടുന്ന പേരെന്താണ്? ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നു. അതുപോലെ വീതി എന്ന് പറയുന്നത് 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് വീതി. 60 മുതൽ 80 കിലോമീറ്റർ വരെ.
ഇനി ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്നതാണ് ഹിമാദ്രി. അപ്പോൾ ഏറ്റവും ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട് വരുന്ന ഭാഗമാണ് നമ്മുടെ ഹിമാദ്രി എന്ന് പറയുന്നത്. അത് ഗ്രേറ്റർ ഹിമാലയം, അതുപോലെ ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഹിമാദ്രിയുടെ ഉയരം അറിഞ്ഞിരിക്കണം. ഏകദേശം 6100 മീറ്ററിന് മുകളിലുള്ള പർവ്വതനിരകളാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 6100 മീറ്റർ ഉയരമുണ്ട്. അതുപോലെ വീതി എന്ന് പറയുന്നത് ഏകദേശം 25 കിലോമീറ്റർ ആണ്. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണ് നമ്മുടെ ഹിമാദ്രിയിൽ കാണപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് നമ്മുടെ ഹിമാദ്രിയിലാണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ശിലാമണ്ഡല ഫലകങ്ങൾ അഥവാ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം, അല്ലെ? ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നത് ഭാഗത്തെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ശിലാമണ്ഡലം, അല്ലെ? നമ്മുടെ 7ാം ക്ലാസ്സിലെ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ചാപ്റ്ററിൽ അത് നമ്മൾ നോക്കിയതായിരുന്നു. ഇനി ഈ ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം. അപ്പോൾ ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗം അല്ലെങ്കിൽ മുകൾ ഭാഗവും ചേർന്ന ഭാഗമാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് ഓർത്തിരിക്കുക. ഇനി ഹിമാലയത്തിന്റെ പിറവിയെ പറ്റിയാണ് പറയുന്നത്. ലോകത്തിലെ ഉയരമേറിയ പർവ്വതങ്ങളിൽ ഒന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം വഴിയെ പറഞ്ഞു തരും. കാരണം എന്താണ്? ഭൗമശിലാപാളികളുടെ ചലനം, അല്ലെ? പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ് നമ്മുടെ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കാൻ കാരണം. ഭൗമശിലാപാളികളുടെ ചലനമാണ് നമ്മുടെ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കാനുള്ള കാരണം. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. അപ്പോൾ ടെക്ടോണിക് ഫലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആരാണ്? വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയറിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഇതും നമ്മൾ ആ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. അസ്തനോസ്ഫിയർ എന്താണ്? നമ്മുടെ ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്നു. ഇതിനെയാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഫലകചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാണ്. ഇനി 3 തരം ഫലക അതിരുകളാണുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. 3 തരം ഫലക അതിരുകൾ ഏതൊക്കെയാണ്? സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഏതൊക്കെയാണ്? സംയോജക സീമ, വിയോജക സീമ, അതുപോലെ ഛേദക സീമ. സംയോജക സീമ എന്ന് പറഞ്ഞാൽ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്നു, അല്ലെ? സംയോജിക്കുന്നു. 2 ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്നതാണ് സംയോജക സീമ. കൺവേർജൻ മാർജിൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇതിൽ 2 ഫലകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം അടുക്കുന്നതാണ്. ആരോ മാർക്ക് നോക്കിക്കേ. ഇനി വിയോജക സീമ, ഡൈവേർജൻ മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലകങ്ങൾ തമ്മിൽ അകന്നു പോവുകയാണ്, അല്ലെ? ഫലകങ്ങൾ തമ്മിൽ വിയോജിക്കുന്നു അല്ലെങ്കിൽ ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളെയാണ് വിയോജക സീമ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഛേദക സീമ? ട്രാൻസ്ഫോം മാർജിൻ. ഛേദക സീമ എന്ന് പറഞ്ഞാൽ ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകൾ, അല്ലേ? ഇവരെന്ത് ചെയ്യുന്നില്ല? അടുക്കുകയും ചെയ്യുന്നില്ല, അകലുകയും ചെയ്യുന്നില്ല. ഇവർ ഉരസി മാറുകയാണ് ചെയ്യുന്നത്. ഛേദക സീമ എന്നറിയപ്പെടുന്നു. ഇനി സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വതനിരകളാണ് മടക്കുപർവ്വതങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി ഒരു കഥയാണ്. നമ്മുടെ ഹിമാലയ പർവ്വത രൂപീകരണത്തിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് വായിച്ചിട്ട് ഈ ചിത്രത്തിലോട്ട് വരാം. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധ ഗോളത്തിലായിരുന്നു. അപ്പോൾ പണ്ട് ഇന്ത്യയുടെ സ്ഥാനം നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധ ഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി. ശ്രദ്ധിക്കണേ, പിന്നീട് ഇത് എന്ത് ചെയ്യുന്നു? വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ 2 ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന തെതീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടത്. അപ്പൊ നോക്കിക്കോളൂ, നമ്മുടെ ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിമുട്ടുന്നതിന്റെ ഫലമായിട്ട് ഇതിനിടയ്ക്കുള്ള തെതീസ് എന്ന് പറയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. ഈ ചിത്രം ഇനി നോക്കിക്കേ.
കണ്ടോ, ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും ഉണ്ട്. അതിനിടയ്ക്കായിട്ടുള്ള സമുദ്രമാണ് തെതീസ്. ഇത് തമ്മിൽ പരസ്പരം സംയോജിച്ചപ്പോൾ എന്ത് ചെയ്തു? ഈ നമ്മുടെ തെതീസ് സമുദ്രത്തിന്റെ അടുത്തിട്ട് മടങ്ങി വരാനായിട്ട് തുടങ്ങി. ഇനി മടങ്ങി ഇത് പർവ്വതമായിട്ട് രൂപപ്പെട്ടു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ മടക്കു പർവ്വതം അല്ലെങ്കിൽ ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് സംയോജക സീമയുടെ ഫലമായിട്ടാണ് എന്ന് ഓർത്തിരിക്കുക. അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഹിമാലയ പർവ്വതം രൂപപ്പെട്ടിട്ടുള്ളത് ഏത് തരം ഫലകാതിരിലാണ് എന്ന് ചോദിച്ചാൽ അത് സംയോജക സീമയിലാണ്. ഇനി എന്താണ് ഗിരികന്ധരങ്ങൾ അഥവാ ഗോർജസ് എന്ന് നമുക്ക് നോക്കാം. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളെയാണ് ഗിരികന്ധരങ്ങൾ അഥവാ ഗോർജസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളെ എന്തെന്നാ വിളിക്കുന്നത്? ഗിരികന്ധരങ്ങൾ. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വത നിരക്ക് കുറുകെ എന്ത് ചെയ്യുന്നുണ്ട്? ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളാണ്. ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളും. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്. അപ്പോൾ ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിച്ചതിന്റെ ബേസ് എന്താന്ന് ചോദിച്ചാൽ പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനമാക്കിയാണ് ഹിമാലയത്തെ പ്രാദേശികമായി വേർതിരിക്കുന്നത്. മൂന്നായി തിരിക്കാം. പ്രാദേശികമായി ഹിമാലയത്തെ മൂന്നായി തിരിക്കാം. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഹിമാലയ മേഖലയും അത് വേർതിരിക്കുന്ന നദികളും ഇമ്പോർട്ടൻ്റ് ആണ്. മുൻപ് 10th ലെവൽ പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കണം ഏതൊക്കെയാണ്. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ സിന്ധു ടു കാളി, അല്ലേ? സിന്ധു ടു കാളി പടിഞ്ഞാറൻ ഹിമാലയമാണ്. സിന്ധു ടു കാളി പടിഞ്ഞാറൻ ഹിമാലയം. ഇനി മധ്യ ഹിമാലയമാണെങ്കിലോ കാളി ടു ടീസ്റ്റ, കാളി ടു ടീസ്റ്റ. ഇനി കിഴക്കൻ ഹിമാലയമാണെങ്കിൽ ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെയാണ്. അത് വേർതിരിക്കുന്ന നദികളാണ് ടീസ്റ്റ, ബ്രഹ്മപുത്ര. ഇത് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു ടു കാളി ആണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, സിന്ധു പഠിക്കാതെ എപ്പോഴും കളിച്ചുകൊണ്ട് നടക്കുവാണെന്ന് പറഞ്ഞാൽ മതി, അല്ലേ? പഠിക്കാത്ത സിന്ധു കളിച്ചുകൊണ്ട് നടക്കുവാണെന്ന് ഓർത്താൽ മതി. പഠിക്കാത്ത സിന്ധു പടിഞ്ഞാറൻ ഹിമാലയം കളിച്ചുകൊണ്ട് നടക്കുകയാണ്, അല്ലേ? അപ്പോൾ സിന്ധു കാളി എന്ന് കിട്ടും. മധ്യ ഹിമാലയമാണെങ്കിൽ കാളി ടു ടീസ്റ്റ. അപ്പം നമുക്ക് ഇങ്ങനെ ചോദിക്കാം, മദ്യം കുടിക്കുന്നതിന് പകരം കാടി കുടിച്ചാൽ പോരെ എന്ന് നമുക്ക് കളിയാക്കി ചോദിക്കാം, അല്ലേ? അപ്പോൾ മദ്യമാവുമ്പോൾ കാടി എന്ന് പറഞ്ഞാൽ കാളി ടീസ്റ്റയാണ്. കിഴക്കൻ ഹിമാലയമാണെങ്കിൽ പിന്നെ ടീസ്റ്റയും ബ്രഹ്മപുത്രയുമാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക, ഓർത്ത് തന്നെ വെക്കുക. പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു കാളി നദികൾ വേർതിരിക്കുന്നു. മധ്യ ഹിമാലയം കാളി ടീസ്റ്റ, കിഴക്കൻ ഹിമാലയം ടീസ്റ്റ ബ്രഹ്മപുത്ര. ഇനി ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി, നമ്മുടെ ഗാഗ്ര നദിയുടെ പോഷക നദിയായ കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. ഇനി അടുത്ത് പറയുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. പടിഞ്ഞാറൻ ഹിമാലയത്തെ നമുക്ക് മൂന്നായി തിരിക്കാം. ഏതൊക്കെയാണ് പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്നായി തിരിക്കുന്നത്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, അതുപോലെ ഉത്തരാഖണ്ഡ് ഹിമാലയം. ഓരോന്നും നമുക്ക് നോക്കാം. കാശ്മീർ ഹിമാലയം ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ബുള്ളറ്റിനായിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. കാശ്മീർ ഹിമാലയത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ്. നീളം എന്ന് പറയുന്നത് 700 കിലോമീറ്ററും വീതി 500 കിലോമീറ്ററുമാണ്. അതുപോലെ മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിന്റെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചൽ തുടങ്ങിയവ. അപ്പം നമ്മുടെ കാശ്മീർ ഹിമാലയത്തിൽ ആരൊക്കെയാണ് വരുന്നത്? നമ്മുടെ കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പഞ്ചൽ തുടങ്ങിയവയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തെയാണ് ഈ ക്ലാസിഫൈ ചെയ്തത്. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇനി കാശ്മീർ ഹിമാലയത്തിൽ ആരൊക്കെ വരുന്നു? കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പഞ്ചൽ തുടങ്ങിയവയൊക്കെ വരുന്നു. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയാണ് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് നമ്മുടെ എവറസ്റ്റ് ആണ്. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയാണ് മൗണ്ട് K2. അതിൻ്റെ മറ്റൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത്
8611 മീറ്റർ അല്ലെ, 8611 മീറ്റർ ആണ് ഈ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരയിലാണ്. മൗണ്ട് K2 എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം നിരകളിലാണ്. ഇനി സിയാച്ചിൻ, ബോൾട്ടോരോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. അപ്പോൾ ഈ സിയാച്ചിൻ ഹിമാനി, ബോൾട്ടോരോ ഹിമാനി ഒക്കെ എവിടെയാ വരുന്നത്? നമ്മുടെ കാശ്മീർ ഹിമാലയത്തിലാണ് വരുന്നത് എന്ന് ഓർത്തിരിക്കുക. സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളായ രവി, ചലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്ന ഹിമാനികളാണ് നമ്മുടെ സിയാച്ചിനും ബോൾട്ടോരോ തുടങ്ങിയവ. അപ്പൊ സിന്ധുവിന്റെ പോഷക നദികളാണ് രവി, ചലം, ചിനാബ് എന്നിവ ഓർത്തിരിക്കുക. ഇനി എന്താണ് ചുരങ്ങൾ എന്ന് നമ്മൾ നോക്കണം. പാസസ് അല്ലെങ്കിൽ ചുരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ് അല്ലെ. പാസസ്, പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സുഗമമാക്കുന്നത് ആരാണ്? ചുരങ്ങളാണ്, പാസസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ. ഇങ്ങനെയും ചോദിക്കാം, പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന സ്വാഭാവിക ഇടങ്ങൾ അറിയപ്പെടുന്ന പേരെന്തെന്ന് ചോദിച്ചാൽ അത് ചുരങ്ങളാണ്, പാസസ് ആണ്. പീർ പഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. ഇപ്പൊ ജമ്മുവിനെ കാശ്മീറുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ്? ബനിഹാൽ ചുരമാണ്. ജമ്മുവിനെ കാശ്മീരുമായി ബന്ധിപ്പിക്കുന്നത് ബനിഹാൽ ചുരമാണ്. ഈ ബനിഹാൽ ചുരം പീർ പഞ്ചാൽ പർവ്വതനിരയ്ക്ക് കുറുകെയാണ്. ഇനി എന്താണ് സിയാച്ചിൻ ഹിമാനിയെ പറ്റി ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ അല്ലെ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ ആണ്, സിയാച്ചിൻ. ഓക്കെ. ഇനി ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് നമ്മുടെ ദാൽ എന്ന് പറയുന്നത്. ദാൽ തടാകത്തിലെ ശിഖാരത്തോണിയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദാൽ എന്ന് പറയുന്നത്, ഈ ദാൽ തടാകത്തിന്റെ കരയിലാണ് നമ്മുടെ ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ദാലിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണം ഏതെന്ന് ചോദിച്ചാൽ അത് ശ്രീനഗർ ആണ് അല്ലെ. ദാൽ തടാകത്തിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണമാണ് ശ്രീനഗർ എന്ന് പറയുന്നത്. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണ് നമ്മുടെ ദാൽ തടാകം എന്ന് പറയുന്നത്. ദാൽ തടാകത്തിലെ ശിഖാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ അല്ലെ, തോണികളിലെ വിപണികളാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഈ തോണികളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കച്ചവടം നടത്തുന്നുണ്ട്, കട പോലെ നടത്തുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ നമ്മുടെ കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രകളാണ്. ഇനി ഗുൽമാർഗ്, വേനൽക്കാലത്തുള്ള ഒരു ചിത്രവും മഞ്ഞുകാലത്തുള്ള ചിത്രവുമാണ് തന്നിരിക്കുന്നത്. ഇനി എന്താണ് മർഗുകൾ എന്ന് നമ്മൾ അറിയണം. പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെയാണ് മർഗുകൾ എന്ന് വിളിക്കുന്നത്. പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെ വിളിക്കുന്ന പേരാണ് മർഗുകൾ. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെടുന്ന മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. കണ്ടോ അല്ലേ സ്കീയിങ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട മർഗുകൾ ഏതൊക്കെയാണ്? നമ്മുടെ ഗുൽമർഗ്, സോൻമർഗ് തുടങ്ങിയവയൊക്കെ പ്രധാന മർഗുകൾക്ക് ഉദാഹരണമാണ്. ഇനി നമ്മുടെ പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്നായി തിരിച്ചതിൽ ആദ്യത്തേത് കാശ്മീർ ഹിമാലയം പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഹിമാചൽ ഹിമാലയത്തെ പറ്റിയാണ്. പ്രധാനമായും ഈ നമ്മുടെ ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഭാഗത്താണ് ഹിമാചൽ ഹിമാലയം കാണപ്പെടുന്നത്. ഈ ഭാഗത്തെ പ്രധാന നദികളാണ് നമ്മുടെ ചിനാബ്, രവി, ബിയാസ് തുടങ്ങിയവ. ചിനാബ്, രവി, ബിയാസ്. അതുപോലെ ഇവിടുത്തെ പർവ്വത നിരകൾ അറിഞ്ഞിരിക്കണം. ദൗളാദർ, പീർ പഞ്ചൽ തുടങ്ങിയവയൊക്കെ നമ്മുടെ ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളാണ്. ദൗളാദർ, പീർ പഞ്ചൽ തുടങ്ങിയവ. പർവ്വത ഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാം. നമ്മുടെ ഹിമാചൽ ഹിമാലയത്തിൽ കാണപ്പെടുന്ന ശുദ്ധജല തടാകങ്ങളാണ് ചന്ദ്രതാല്, സൂരജ് താല് തുടങ്ങിയവ. ഏതൊക്കെയാണ്? ചന്ദ്രതാല്, സൂരജ് താല് തുടങ്ങിയവ ഹിമാചൽ ഹിമാലയത്തിലാണ് കാണപ്പെടുന്നത്. ഇനി ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലാച്ചാല ചുരം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാരാലാച്ചാല ചുരമാണ്. അതുപോലെ കുളു താഴ്വരയെ ലാഹുൽ സ്പിതിയുമായി ബന്ധിപ്പിക്കുന്നതാണ് റോഹ്താങ് ചുരം. അപ്പം നമ്മുടെ ഹിമാലയത്തിലെ ചുരങ്ങളാണ് പറയുന്നത്. ബാരാലാച്ചാല ചുരവുമുണ്ട്, അതുപോലെ റോഹ്താങ് ചുരവുമുണ്ട്. ബാരാലാച്ചാല ചുരം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലാച്ചാല ചുരം. അതുപോലെ കുളു താഴ്വരയെ നമ്മുടെ ലാഹുൽ സ്പിതിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹ്താങ് ചുരം. കണ്ടോ ചിത്രം? നമ്മുടെ ചന്ദ്രതാലിന്റെ ചിത്രമുണ്ട്, അതുപോലെ റോഹ്താങ് ചുരത്തിന്റെ ചിത്രവും തന്നിട്ടുണ്ട്. ഇനി കുളു, ഗാഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്.
ഇനി ഇവിടെ ചൂട് നീരുറവകൾ കാണപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി ചൂട് നീരുറവകൾ രൂപപ്പെടുന്നത് എങ്ങനെ എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂട് ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചൂട് നീരുറവകൾ. അപ്പോൾ ഹിമാലയ പർവ്വതത്തിൽ ധാരാളം ചൂട് നീരുറവകളുണ്ട്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ചൂട് നീരുറവകൾ ഏതൊക്കെയാണ്? നൂബ്ര താഴ്വര, മണികരൻ, ഗീർ ഗംഗ തുടങ്ങിയവയൊക്കെ നമ്മുടെ ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ചൂട് നീരുറവകളാണ്. ഏതൊക്കെയാണ് ചൂട് നീരുറവകൾ? നൂബ്ര താഴ്വര, മണികരൻ, ഗീർ ഗംഗ തുടങ്ങിയവ. ചൂട് നീരുറവകളിൽ നിന്നുള്ള ഭൗമ താപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഹിമാചൽ പ്രദേശിലെ മണികരൻ ചൂട് നീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹിമാചൽ പ്രദേശിലെ ഏത് ചൂട് നീരുറവയിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ മണികരൻ ഗ്ലേസിയറിൽ നിന്നാണ്. ഇനി അടുത്ത് നമുക്ക് ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ പറ്റിയാണ് നോക്കേണ്ടത്. പടിഞ്ഞാറൻ ഹിമാലയം കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ എന്താണ്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് നമ്മൾ പറഞ്ഞു. നോക്കാം നമുക്ക്. ഉത്തരാഖണ്ഡ് ഹിമാലയം സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഉത്തരാഖണ്ഡ് ഹിമാലയം ഏത് നദി മുതൽ ഏത് നദി വരെയാണെന്ന് ഓർത്തിരിക്കണം. സത്ലജ് മുതൽ കാളി നദി വരെയാണ്. ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറു ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നറിയപ്പെടുന്നു. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? ഗഡ്വാൾ ഹിമാലയം. ഗഡ്വാൾ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറു ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഗഡ്വാൾ ഹിമാലയം. കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത് കുമവൂൺ ഹിമാലയം. കിഴക്കൻ ഭാഗം കുമവൂണും പടിഞ്ഞാറൻ ഭാഗം ഗഡ്വാൾ ഹിമാലയവുമാണ്, മറക്കരുത്. ഇനി ഇവിടത്തെ ഉയരമേറിയ കൊടുമുടികൾ ഏതൊക്കെയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലേത്? നന്ദാദേവി, കാമറ്റ്, ബദ്രീനാഥ്, കേദാർനാഥ് തുടങ്ങിയവയൊക്കെയാണ് കൊടുമുടികൾ. ഏതൊക്കെയാണ്? നന്ദാദേവി, കാമറ്റ്, ബദ്രീനാഥ്, കേദാർനാഥ് തുടങ്ങിയവ. അതുപോലെ ഇവിടെയുള്ള ശുദ്ധജല തടാകങ്ങൾ, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഏതാണ്? നൈനിറ്റാല്, ഭീംതാല് തുടങ്ങിയവയൊക്കെയാണ് ശുദ്ധജല തടാകങ്ങൾ. നൈനിറ്റാലിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? അതുപോലെ ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് നമ്മുടെ ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി ഹിമാനി, അതുപോലെ നൈനിറ്റാല്, ഭീംതാല് തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും കാണപ്പെടുന്നത്. ഓക്കെ, ഇനി എന്താണ് ഡൂണുകൾ എന്ന് നമ്മൾ അറിയണം. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളെയാണ് ഡൂണുകൾ എന്ന് പറയുന്നത്. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. പ്രശസ്തമായ ഡൂണാണ് ഡെറാഡൂൺ എന്ന് പറയുന്നത്. അത് ഉത്തരാഖണ്ഡിലാണ് ഡെറാഡൂൺ. ഇനി ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വതച്ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാല്. അപ്പോൾ ഇവിടങ്ങളിലെ നമ്മുടെ ഡെറാഡൂണുകൾ അല്ലെ, ഡൂണുകളിലെ ഉയർന്ന പർവ്വതച്ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകൾ അറിയപ്പെടുന്ന പേരെന്തെന്ന് ചോദിച്ചാൽ അത് ബുഗ്യാലാണ്. ബുഗ്യാല്. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. ബുഗ്യാലുകൾക്ക് ഉദാഹരണമാണ് ദയാര ബുഗ്യാലും ഗോർസോൺ ബുഗ്യാലും. ഏതാണ്? ദയാര ബുഗ്യാല്, ഗോർസോൺ ബുഗ്യാല്. ബുഗ്യാലിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഇനി ബുഗ്യാലും ആട്ടിടയന്മാരും ഒരു കഥയാണ്, നമുക്ക് നോക്കാം. ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്വാൾ മേഖലയിൽ ബുഗ്യാൽ എന്നാണ് അറിയപ്പെടുന്നത്. ശൈത്യകാലങ്ങളിൽ മഞ്ഞുമൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതച്ച പുൽമേടുകളായി മാറുന്നു. ഈ അവസരങ്ങളിൽ താഴ്വാരങ്ങളിൽ നിന്നും ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായി ബുഗ്യാലുകളിലെത്തുന്നു. താഴ്വാരങ്ങൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകൾ ഇവർ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? വസിക്കുന്നുണ്ട്. മഞ്ഞുകാലാരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വാരങ്ങളിൽ വസിക്കുന്നു. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ ഈ കാലിക ദേശാടനത്തെ വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഹ്യൂമൻസ്. അപ്പോൾ ഇടയന്മാർ കാലത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ പടിഞ്ഞാറൻ ഹിമാലയം കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, അതുപോലെ ഉത്തരാഖണ്ഡ് ഹിമാലയം. അത് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു പ്രാദേശിക വിഭാഗം, ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭാഗമാണ് മധ്യ ഹിമാലയം.
കുറച്ച് പോയിന്റ്സിൽ നമുക്ക് അതുകൂടെ നോക്കാം. അപ്പോൾ കാളി മുതൽ ടീസ്റ്റ നദി വരെയാണ് മധ്യ ഹിമാലയം നമ്മൾ പറഞ്ഞായിരുന്നു. ഇത് നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നേപ്പാളിലായതുകൊണ്ടാണ് മധ്യ ഹിമാലയം നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത്. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. അതുപോലെ കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാദില ചുരവും കാണപ്പെടുന്നത് മധ്യ ഹിമാലയത്തിലാണ്. നമ്മുടെ കാഞ്ചൻജംഗ പർവ്വതവും അതുപോലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാദുല ചുരവും എവിടെയാണ് കാണുന്നത്? മധ്യ ഹിമാലയത്തിലാണ് കാണപ്പെടുന്നത്. കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദിയും ഒക്കെ മധ്യ ഹിമാലയത്തിന്റെ സവിശേഷതകളാണ്. ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ തേയില കൃഷി ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാർജിലിംഗ് എന്ന് പറയുന്നത്, ഡാർജിലിംഗ് തേയില എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. ഇനി നമ്മുടെ ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ അടുത്തൊന്നാണ് നമ്മുടെ കിഴക്കൻ ഹിമാലയം. നമുക്ക് നോക്കാം. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര നദി വരെയാണ് കിഴക്കൻ ഹിമാലയം. ഇത് അസം ഹിമാലയം എന്നും അറിയപ്പെടുന്നു. കിഴക്കൻ ഹിമാലയം അസം ഹിമാലയം എന്നറിയപ്പെടുന്നു. ഇനി ഇവിടത്തെ പ്രധാന കൊടുമുടിയാണ് നംജ ബർവ കൊടുമുടി. 7756 മീറ്ററാണ് ഉയരം. നംജ ബർവ കൊടുമുടി കാണപ്പെടുന്നത് കിഴക്കൻ ഹിമാലയത്തിലാണ്. അതുപോലെ ഇവിടത്തെ പ്രധാന നദികളാണ് ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി. എവിടെയാണ്? നമ്മുടെ അസം ഹിമാലയം അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികളാണ് ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി തുടങ്ങിയവ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോംഡില. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോംഡില ചുരം. അതുപോലെ അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു ചുരങ്ങളൊക്കെ കാണപ്പെടുന്നത് കിഴക്കൻ ഹിമാലയത്തിലാണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോംഡില ചുരം. അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദിഫു ചുരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പൂർവാചൽ കുന്നുകളെ പറ്റി നോക്കാം. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകളെയാണ് പൂർവാചൽ കുന്നുകൾ എന്ന് വിളിക്കുന്നത്. ഉയരം നോട്ട് ചെയ്ത് വെക്കുക. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമാണ് പൂർവാചൽ കുന്നുകൾക്കുള്ളത്. പട്കായിബും, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന നമ്മുടെ മൗസിൻഡ്രം, ചിറാപുഞ്ചി തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ പൂർവാചൽ കുന്നിലാണ് കാണപ്പെടുന്നത്. ഇനി മേഘാലയയിലെ വേരുകൊണ്ടുള്ളൊരു പാലത്തിന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അല്ലെ, നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന പാലങ്ങളാണ്. മനുഷ്യർ പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങിയാണ് ജീവിച്ചിരുന്നത് എന്നതിനുള്ള സൂചനയാണ് ഇത് തരുന്നത്. ഇനി നമുക്ക് കേംബുൾ ലംജാവോ, ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നതാണ് കേംബുൾ ലംജാവോ. ലോക്താക് തടാകത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ലോക്താക് തടാകത്തിലെ പുംഡികളുടെ ചിത്രമുണ്ട്. കേംബുൾ ലംജാവോ ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നു. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്ന് ചോദിച്ചാൽ അത് ലോക്താക് ആണ് കേട്ടോ. നമ്മുടെ മണിപ്പൂരിലാണ്. ഈ ലോക്താക്കിലാണ് നമ്മുടെ കേംബുൾ ലംജാവോ ദേശീയോദ്യാനം അഥവാ ചലിക്കുന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ലോക്താക്കിലാണ്. ലോക്താക് ശുദ്ധജല തടാകത്തിലാണ് കേംബുൾ ലംജാവോ എന്ന് പറയുന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളെയാണ് പുംഡികൾ എന്ന് വിളിക്കുന്നത്. എന്താണ് പുംഡികൾ? സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്താക് തടാകത്തിലെ പുംഡികൾ ചേർന്നതാണ് നമ്മുടെ കേംബുൾ ലംജാവോ ദേശീയോദ്യാനം എന്ന് പറയുന്നത്. കണ്ടോ കേംബുൾ ലംജാവോ ചിത്രത്തിൽ കണ്ടോ? തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റംസാർ പട്ടികയിൽ ഇടം നേടിയ ഒന്നാണ് നമ്മുടെ കേംബുൾ ലംജാവോ ദേശീയോദ്യാനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് കാലാവസ്ഥയെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ ഒരു പേപ്പറിൽ ഓരോ ഹെഡിങ്ങും കൊടുത്തിട്ട് അതിൻ്റെ ശരാശരി ഉയരം എത്രയാണ്, നീളം എത്രയാണ്, വീതി എത്രയാണ്, അതുവഴിയുള്ള നദികൾ ഏതൊക്കെയാണ്, ഹിമാനികൾ ഏതൊക്കെയാണ്, അതുപോലെ പാസസ് ഏതൊക്കെയാണ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ എക്സാമിന് പോകുന്ന സമയത്ത് അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കയറുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ ക്ലാസ് മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കുക. കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ പോയിൻറ്റ്സ് ഒന്നുകൂടെ എടുത്ത് വെച്ച് പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇനി അടുത്ത ക്ലാസ് അടുത്ത പാർട്ട് ഉടനെ വരുന്നതായിരിക്കും.
അപ്പോൾ ഡിസംബർ 28 മുൻപ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.